അല്ല ഇതാരും സണ്ണിച്ചോ വഴിയൊക്കെ ഓർമ്മയുണ്ടോ? എന്റെ വിശേഷം അന്വേഷിക്കാനല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അല്ല സണ്ണിച്ച നമ്മുടെ ഈ ബന്ധുക്കൾ സംസാരിക്കുന്ന ഇടയ്ക്ക് ഇന്ന് അവനെന്താ കാര്യം? പരിചയം പുതുക്കാനോ ബന്ധം സ്ഥാപിക്കാനോ വന്നതല്ല ഞങ്ങളിവിടെ. നമ്മൾ തമ്മിൽ പഴയ ഒരു കണക്കുണ്ടല്ലോ, അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വന്നതാണ്. അതേതാ സണ്ണിച്ച പഴയ ഒരു കണക്ക്? 4 വർഷങ്ങൾക്ക് മുമ്പേ ഈ വീടും സ്ഥലവും പണം വെച്ച് കുറച്ച് പൈസ എടുത്തിരുന്നു. 2 വർഷമായി മുതലും ഇല്ല പലിശയും ഇല്ല. ഇത് ഇത്തിരി പഴയ കണക്കല്ലേ? അതിനുമ്പ് വേറൊരു കണക്ക് കേൾക്കാറുണ്ടല്ലോ. ഇവൻ ഈ പറഞ്ഞ കാശിന്റെ ഒക്കെ യഥാർത്ഥ ഉടമേ, അതായത് ഇവന്റെ പെങ്ങളെ 2 വർഷം മുമ്പ് അനിയൻ ചേർക്കാൻ പൊന്നും വേണമെന്നില്ല ഇവിടെ വിളിച്ചേരിക്കണോ വന്നപ്പോ ഒന്നും നോക്കാതെ ഇവിടെ കയറ്റി അങ്ങ് താമസിപ്പിച്ചൊരു കണക്ക്. അല്ല നമ്മുടെ എൽസ കൊച്ചിന് കൊടുക്കാനുള്ള കാശിന്റെ കണക്കാണ് അവന്മാര് പറഞ്ഞത്. അത് ചോദിക്കാൻ അവന്മാർ ഇങ്ങോട്ട് വന്നേ. അവിടെ പേരുള്ള കോടിക്കണക്കിന് സ്വത്തൊക്കെ തിരിച്ചു കിട്ടണമെന്നുള്ള വക്കീൽ നോട്ടീസ് അങ്ങ് എന്ന് കാണും. അപ്പൊ പൊടിയും തട്ടി എടുത്തോണ്ട് വന്നായിരിക്കും ഈ കണക്കൊക്കെ. കല്യാണം തലേന്ന് പിന്നാമ്പറത്തോടെ കൊച്ചിനെ ഇറക്കിക്കൊണ്ട് പോയിട്ട് അവിടെ വീട്ടിലെ സ്വത്തിന് അവകാശം ചോദിക്കാൻ വന്നിരിക്കുന്നു. നാണമില്ല നമുക്കൊക്കെ. ഇവന്റെ അനിയൻ ചെക്കൻ നട്ടപ്പാതിലേക്ക് കണ്ട നസ്രാണിച്ചെ വിളിച്ചോണ്ട് വന്നപ്പോ അവളെ വീട്ടിൽ കയറ്റി പൊറപ്പിച്ചത് പുണ്യം കിട്ടാനൊന്നും അല്ല, അവളെ സ്വത്ത് കിട്ടാൻ വേണ്ടി തന്നെയാ. ആ സ്വത്തിന് ഒരു ചില്ല് കാശ് കിട്ടും നീ വിചാരിക്കണ്ട. അതും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാമോ നീയും വിചാരിക്കണ്ട. അവർക്ക് നിയമപരമായി അവകാശപ്പെട്ടത് അവർക്ക് കിട്ടുക തന്നെ ചെയ്യും. അന്ന് കല്യാണ ദിവസം വിളിച്ചു വരുത്തിയ നാട്ടുകാരുടെയും ബന്ധുക്കാരുടെയും മുന്നിൽ വെച്ച് അവളെ വളർത്തി വലുതാക്കി അപ്പനെ അമ്മയും ഇട്ടേ ചെറിഞ്ഞു പോയപ്പോ അന്ന് കൊന്നൊടുക്കണമെന്ന് വിചാരിച്ച എല്ലാത്തിനെയും. പക്ഷെ പറ്റണില്ല. ഈ ചങ്കിന്ന് അവളെ കൂടെ പറിച്ചു കളയാൻ പറ്റണില്ല എനിക്ക്. അതുകൊണ്ട് മാത്രം എവിടെയെങ്കിലും പോയി തുറച്ചോടെന്ന് വിചാരിച്ചത്. ആ വഴിപഴിച്ചവളെ ഈ കുടുംബത്തിൽ കയറ്റി താമസിച്ചപ്പോ നീ എന്തോ വിചാരിച്ചു? അവളുടെ സ്നേഹം കൊണ്ടാണെന്നോ? ഇല്ലടാ, ആദ്യം പറഞ്ഞ കണക്ക് അവളാ സ്വത്ത് കിട്ടാൻ വേണ്ടി തന്നെയാണ്. ഞാൻ ആ കുറ്റടിച്ചാണല്ലോ വെച്ചേക്കത്തില്ല. കൊണ്ട് പറ്റത്തില്ല. യമരാജന്റെ കണക്ക് പുസ്തകത്തിൽ കാലത്തിന്റെ കയ്യപ്പുറത്ത് സൂക്ഷിക്കണം. എന്തിനൊക്കെ നമുക്കിതൊക്കെ വേണോ? നമുക്കൊന്നും വേണ്ടല്ലടാ. സ്വന്തം കാലം നിൽക്കുന്നത് പെണ്ണിനെ വിളിച്ചിറങ്ങിക്കൊണ്ട് വന്നേച്ച് നാട്ടുകാരുടെ കടമൊക്കെ നീ കൊടുത്തു തീർക്കോ? പെണ്ണിനെ വിളിച്ചിറങ്ങിക്കൊണ്ട് വെച്ചാൽ ഒരു നേരത്തെ ആഹാരം കൊടുക്കാനുള്ള വായ ഉണ്ടോ നിനക്ക്? ഒന്നും വേണ്ട പോലും. ഞാൻ നോക്കിയിട്ട് ആകെ ഈ ഒരു മാർഗം മാത്രമേ കാണുന്നുള്ളൂ. കുടുംബം കടം കയറി നശിക്കാറായി. അതിന് നീ എന്തിനാ ഇവനോട് ചൂടാവുന്നേ? അല്ലല്ലോ ഇവനോടൊക്കെ പറഞ്ഞിട്ട് എന്താണ് കാര്യം? നീ ആ സണ്ണി പറഞ്ഞിട്ട് പോയത് കേട്ടോ? അവന്റെ കയ്യിലാണെങ്കിൽ ആവശ്യത്തിന്റെ കാശുണ്ട്. അവൻ കളിക്കാവുന്ന കളി മുഴുവൻ കളിക്കും. അമ്മാവാ, അവൻ കളിക്കാവുന്ന കളിയാകെ കളിക്കട്ടെ. പക്ഷെ ഒരു കാര്യമില്ല. അവന്റെ അപ്പൻ ചാവുന്നതിന് മുമ്പ് അവന് ഓൾക്ക് ഉള്ളൊക്കെ എഴുതി വെച്ചിട്ട് തന്നെ ചത്തത്. അവളുടെ പേര് തന്നെ കോടിക്കണക്കിന് സ്വത്തുണ്ടെന്ന് നമ്മുടെ വക്കീൽ പറഞ്ഞത്. ആ കോടികളൊക്കെ നമുക്ക് തന്നെ കിട്ടും. അല്ലാതെ എവിടെ പോവാനാ? ഓ, ഈ പോക്ക് പോയാ കോടികൾ മാത്രമല്ല നല്ലതുപോലെ കിട്ടും. സുഭദ്ര, ആ കുഴമ്പ് നീ എടുത്തേ. സാധനം കിട്ടിയോടാ? വെള്ളം ഒഴിച്ചടിച്ചായോ കരട് വാടിപ്പോ. അച്ചായോ ആ പുറത്തിരിക്കുന്ന തല്ലിപ്പൊളി സ്കൂട്ടർ ആരുടേതാ? അത് നമ്മുടെ വെട്ടിക്കരച്ചിന്റെ സ്കൂട്ടറാ. പുള്ളി അവിടെ ഉമ്മത്തിന് നമ്മുടെ അമ്മച്ചിയായിട്ട് വിശേഷം പറഞ്ഞിരിക്കുക. പുള്ളിനെ കുർബാന കൊടുക്കലും കുമ്പത്താരം പറിച്ചലും പ്രാർത്ഥനയെ കഴിഞ്ഞു പോകുന്ന ഒരു സമയമാവും. എന്റെ അമ്മച്ചിയെ വെട്ടിക്കലച്ചനോ? അങ്ങേറെ കയ്യിലെങ്ങാനും ചെന്ന് വെട്ടാ. അത് ശരിയാ. പുള്ളിയുടെ മുന്നിൽ ചെന്ന് പെട്ട അന്നത്തെ ദിവസം തന്നെ പോകാം. പുള്ളിയുടെ തൊരിഞ്ഞ പ്രശ്നം കേൾക്കാൻ വയ്യാത്തോണ്ട് ഇപ്പൊ ആയോടെ ഞായറാഴ്ച പോലും ഞാൻ കുർബാനയ്ക്ക് പോകാറില്ല. ആരുടെ അച്ഛനോ? ഈശ്വമിച്ച് വിചാരിച്ചിട്ട് അച്ഛനോ? ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇത് ലോക്കൽ സാധനമാണല്ലോടാ. നിന്റെയൊക്കെ മട്ടും കാവം കണ്ടപ്പോ ഞാൻ കരുതി ഇത് വല്ല സ്കോച്ച് വിസ്കി ആയിരിക്കുന്നു. ബൈബിളിൽ പറഞ്ഞിട്ടില്ലായോ മദ്യപാനി സ്വർഗത്തിൽ കിടക്കുന്നത്
ഒട്ടകം സൂചിക്കൊള്ളിൽ കയറുന്ന പോലാണെന്ന്. അച്ഛോ അതങ്ങനെയല്ല. അതിപ്പോ ഇങ്ങനെയും പറയാം. നിന്നെ കാണാനാ ഞാൻ വന്നത്. നിനക്കെന്നാടാ സാറാമ്മയുടെ വീട്ടിൽ കാര്യം? ഏത് സാറാമ അച്ഛോ? നിനക്കൊരു സാറാമ്മ അറിയത്തില്ലല്ലേ? സാറാമേ അത് നമ്മുടെ. നീ ഒന്നും പറയരുത്. അച്ഛൻ എന്നതൊക്കെ പറയുന്നത്? എനിക്ക് ആരെ അറിയത്തില്ല അച്ഛൻ. നിനക്ക് അറിയത്തില്ലല്ലേ? KL5AB ഒരു കറുത്ത സ്കോർപ്പിയോ എല്ലാ വെള്ളിയാഴ്ചയും കൃത്യം 2 മണിക്ക് അത് സാറാമ്മയുടെ വീട്ടുമുറ്റത്ത് കാണാം. ഞായറാഴ്ച പള്ളി വരാൻ പോലും കഴിയത്തില്ല. അച്ഛോ ഇത്ര കൃത്യമായ അപ്പൊ എല്ലാ വെള്ളിയാഴ്ച നീ മലഞ്ചരക്ക് വാങ്ങാനെന്നും പറഞ്ഞ് മല ഇറങ്ങി പോണത് ചരക്ക് വാങ്ങാൻ തന്നെ അല്ലടാ. എടാ കാര്യം പറഞ്ഞാൽ നീ ഒരു അനന്തരവനൊക്കെയാ എന്നും കരുതി നീ ഇവനോട് നടക്കരുത്. ഈ ഇടവകയിലെ ഏറ്റവും വലിയ തള്ളിപ്പള്ളി ഇവനാ. എടാ നീ ഇന്നലെ എലിസബത്തിന്റെ വീട്ടിൽ പോയായിരുന്നോ? പോയാർന്നോ അച്ഛോ? അമ്മച്ചി പറഞ്ഞായിരുന്നു നീ ഇന്നലെ അവിടെ പോയി അടിയും ബഹളമൊക്കെ ഉണ്ടാക്കിയെന്ന്. നീ എന്നാത്തിനുള്ള പുറപ്പാടാ? അതല്ല നീ അച്ഛാ. ഒന്നും പറയണ്ട. 2 വർഷമായി ഇല്ലാത്ത സ്നേഹം ഇപ്പൊ നിനക്ക്. നീ അവക്കുള്ളവും വിട്ടുകൊടുത്തൂടായോ? അതൊന്നും അല്ല അച്ഛോ. അവർക്ക് വേണ്ട നമ്മുടെ കൊച്ചിനെ ഒന്നും അല്ല. അവരുടെ പേരിലെ സ്വത്തിനും പണത്തിലും അവരുടെ കണ്ണ്. അവരെല്ലാരും കൂടി നമ്മുടെ കൊച്ചിനെ ഒരു വഴിക്ക് ആക്കും. നീ എന്തിനാ ഇതെല്ലാം ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നത്? മാത്രമല്ല അവക്കുള്ളതും വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഈ കേസ് മഴക്കാട്ട് എന്തിനാ ഇങ്ങനെ നടക്കുന്നത്? എല്ലാം കൊടുക്കണം തന്നെ അച്ഛൻ എന്റെ മനസ്സിന്. ഇതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി നമ്മുടെ വക്കീലിനോട് ഇവിടെ വരെ വരാൻ പറഞ്ഞിട്ടുണ്ട്. പുള്ളിയുടെ കയ്യിലാണ് ഇതിന്റെ ആധാരവും പേപ്പറും ഒക്കെ. അതിനകത്ത് എന്നതാ എഴുതി വെച്ചിരിക്കണെന്ന് വെച്ചാൽ ഞാൻ കൊടുത്തേക്കാം അച്ഛൻ. അതാ അതിന് ശരി. ഞാൻ പള്ളിയോട്ട് ചെല്ലുന്നത്, അല്ലെങ്കിൽ ആ കപ്പേരെല്ലാം കൂടി ഒറ്റയ്ക്ക് കട്ടുപിടിക്കും. കർത്താവ് ഈ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. ഇങ്ങേര് വല്ലാത്തൊരു സാധനം തന്നെ. നേരത്തെ തുടങ്ങിയോ? കൂട്ടൊന്നുമില്ലേ? പറ്റിയൊരു കൂട്ടുണ്ടായിരുന്നു വക്കീലെ. ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ. കുപ്പി സഹിതം അടിച്ചോണ്ട് പോയി. പിന്നെ വക്കീല നമ്മുടെ കാര്യങ്ങളൊക്കെ അവിടെ വരെയായി. നിങ്ങൾ അപ്പനും മോനോട് മകളെ ഇവിടെ അടിച്ചിറക്കിയപ്പോ ഞാൻ കരുതി അവൾക്കൊന്നും കൊടുക്കാനായിരുന്നു. ഇപ്പൊ നിങ്ങളുടെ സ്വത്തിന്റെ 80% അവളുടെ പേരിൽ വെച്ചോ അതിന്റെ അപ്പം പോയത്. എന്നാ വക്കീൽ ഈ പറയുന്നത്? അത് നന്നായിട്ടൊന്ന് വായിച്ചു നോക്ക്. നല്ലപോലെ വായിച്ചു തന്നെയാണോ പറയുന്നത്? നിങ്ങളുടെ സ്വത്തിന്റെ 80% എൽസ കൊച്ചിന്റെ പേരിലും ബാക്കി 20%, അതായത് ഈ വീടും നിങ്ങൾ ആ തോട്ടവും നിങ്ങൾ രണ്ടുപേരുടെയും പേരിൽ എഴുതി വെച്ചേരും. എന്നാ സംബന്ധിച്ചാൽ നിനക്കൊന്നും അറിയാൻ മേലായിരുന്നോ? നമ്മുടെ അമ്മച്ചി അവിടെ താഴെ, അമ്മച്ചിക്ക് എന്താണ് പറ്റിയത്? അമ്മച്ചി അവിടെ താഴെ കിടക്കുന്നു. ആശുപത്രിയിൽ കൊണ്ടുപോകണം. ജോസൂട്ടി വണ്ടി ഇടറാ. ഞാൻ പറഞ്ഞതിനെ പറ്റി വിഷയമൊന്നും പറഞ്ഞില്ലല്ലോ. എന്താ നീ ജോലിക്ക് പോകുന്ന കാര്യമായിരിക്കും. അത് വേണ്ട. അതെന്താ പോണ്ടെന്നല്ലേ എന്നോട് പറഞ്ഞത്? അതെന്താന്ന് ഞാൻ ചോദിച്ചു. നിനക്കെന്താ ഇവിടുത്തെ ചുറ്റുപാടും സാഹചര്യങ്ങളൊക്കെ മടുത്തു തുടങ്ങിയോ? നീയും കൂടെ ജോലിക്ക് പോയിട്ട് വേണം ഇവിടെ. നീ എന്നെ പറ്റി അങ്ങനെയാണ് കരുതിയിരിക്കുന്നത്. അങ്ങനെ നിന്നോട് ഞാൻ പറഞ്ഞത് അതെല്ലാം അവസാനിപ്പിക്കാമെന്ന്. നീ ആ സമ്മതിക്കാന്ന്. മനുഷ്യരിവിടെ സ്വന്തം കാര്യം നഷ്ടപ്പാടാൻ നടക്കുന്ന ഓട്ടക്കാരൊക്കെ നീയും കൂടി. അമ്മയെ നിർത്താൻ വേണ്ടിയിട്ടായിരുന്നു നീ എന്നെ ആഗ്രഹിപ്പിച്ചതും മോഹിപ്പിച്ചതുമെല്ലാം. എന്റെ ഇച്ഛായനി അമ്മച്ചി അപ്പച്ചനെയും എല്ലാരും വിട്ടറിഞ്ഞിട്ട് ഞാൻ നിന്നോടൊപ്പം ഇറങ്ങി പോകുന്നത്. ഇതായിരുന്നു നമ്മൾ കണ്ട ജീവിതം, ഇതായിരുന്നു നമ്മൾ കണ്ട സ്വപ്നം. എൽസേ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ചേർത്താൽ ജീവിതമാവില്ല. എന്താ എടാ, എൽസയുടെ അമ്മച്ചി ഇന്ന് രാവിലെ മരിച്ചു. ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. ഈ കാര്യം അവളിപ്പോ പറയണ്ട. ഏതായാലും അവിടെ അവിടം വരെ കൂട്ടി വെച്ചല്ലോ. ശരിയേട്ടാ, ഞാൻ അവളായിട്ട് പോയിട്ട് വരാം. അതാകെ പ്രശ്നമാവുമല്ലോടോ. ഈ കണ്ണം മൊത്തം അവന്റെ കയ്യിലായില്ലേ? എന്തോന്ന് ഭരണം, കാര്യം മൊത്തം ഞാൻ അറിഞ്ഞു വെച്ചോണ്ട് തന്നെ ഇങ്ങോട്ട് പോകുന്നത്. എന്തോ കാര്യം? ഞാൻ പറഞ്ഞില്ലായിരുന്നു അവന്റെ അപ്പൻ അവളുടെയും പേരിൽ എഴുതി വെച്ചിട്ടാ ചട്ടമെന്ന്. ഇപ്പൊ ആധാരം നോക്കിയപ്പോ സ്വത്ത് ഭൂരിഭാഗം എൽസയുടെ പേരില്ല. അവന്റെ പേരിലുള്ള ആ വീടും ഒരു റബ്ബർ തോട്ടവും മാത്രം. അതെന്ത് പറ്റി? അവൾ ഇറങ്ങിപ്പോന്നതിന് ശേഷം അവളെ കണ്ടു കഴിഞ്ഞാൽ തല്ലാനും കൊള്ളാനും നടന്നല്ലേ അവളെ അപ്പൻ? അത് തന്നെ എനിക്ക് മനസ്സിലാവാത്തത്. ഇതുവരെ അവരുടെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തിയതും അവൻ തന്നെ. ഇപ്പൊ സ്വത്തിന്റെ കാര്യം വന്നപ്പം ഭൂരിഭാഗം എൽസയുടെ പേര്. അവന്റെ കാര്യം കഷ്ടമായി. ഇത്ര നാള് നോക്കി നടത്തി വിട്ടം വിട്ടുകൊടുക്കേണ്ടി വരത്തില്ലേ? വിട്ടുകൊടുക്കണമല്ലോ. അപ്പൊ വീട് നോക്കാൻ ഏൽപ്പിച്ച കാവൽനായുടെ അവസ്ഥയായി പുള്ളിക്കിപ്പോ. ഇനി കിട്ടിയ സ്ഥലത്ത് വല്ല റബ്ബർ വെട്ടിയോ പൈനാപ്പിൾ നട്ടോ ഒക്കെ പുള്ളി ജീവിക്കട്ടെ. പാവം. അങ്ങനെ ഈ പറയുകയാണെങ്കിൽ ഈ കണ്ട സ്വത്തുക്കൾ മൊത്തം കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ നമുക്കല്ലേ കിട്ടാൻ പോകുന്നത്? നമുക്ക് കിട്ടാൻ പോകുന്നതല്ല, നമ്മുടെ പേരിലുള്ളതാന്നേ. എന്റെ ജാതകത്തിലുണ്ട്. ഈ പ്രായത്തിൽ എനിക്ക് രാജയോഗമുണ്ട്. ഇപ്പോഴെങ്കിൽ നീ കൊണ്ട് തന്നല്ലോ എന്റെ ഭഗവതി. എന്താ കാര്യം? നിങ്ങൾ എന്തായി കാണിക്കണേ? യവനെ ഇതൊന്നും ചെയ്താ പോരാ. കാര്യം പറ. എന്റെ കെട്ടികൾ വിളിക്കുന്ന പുറക്കടവിൽ നിനക്ക് എന്താണ് ആ പണി? നിനക്ക് എന്റെ കെട്ടികളെ അറിഞ്ഞൂടില്ലടാ. പണ്ട് ഇവനെ ഇല്ലാത്ത നേരം നോക്കി അവളുടെ അടുത്ത് കിന്നാരം പറയാൻ വന്നപ്പോഴേ ഞങ്ങൾ പറഞ്ഞതാ.
ഇനി മേലാൽ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടായി നിന്റെ മുട്ടേല് തല്ലി ഒടിക്കുന്നു. അതേ ഒരു ദിവസം പോലും കഴിഞ്ഞില്ല. അതിന് മുമ്പ് ചെന്നേക്കിനാ കുളത്തിലേക്ക് എത്തി നോക്കാൻ. അയ്യോ അത് ഒളിഞ്ഞു നോക്കാനൊന്നും പോയല്ല. ആ വഴി പോയപ്പോഴേ ഒരു പാമ്പ് അതാ പൊത്തക്കാട്ടിലോട്ട് കയറിപ്പോയി. ആ വഴി നടക്കുമ്പോൾ സൂക്ഷിക്കണേ എന്ന് പറയാൻ പോയത്. അല്ലാതെ ഭവാനി കുളിക്കുന്നിടത്തൊന്നും പോയതല്ല. പിന്നെ പൊന്തക്കാട്ടിലെ പാമ്പ്, ആ പാമ്പ് പൊന്തക്കെടുത്ത് തന്നെ ഇരുന്നോട്ടെ. അല്ലാതെ ഇനി മേലെ എന്റെ കെട്ടുണ്ടിരുന്ന് 10 കിടത്തുണ്ടല്ലോ, തല്ലിക്കൂടി പൊടിച്ചുകൂടും കേട്ടോ. പത്മനാഭൻ നായരെ ഇത്ര ആയില്ലേ അമ്മാവ, ഇനിയെങ്കിലും ഈ പെണ്ണുകൾ പറയുന്ന സ്വഭാവം നിർത്തിക്കൂടെ? കഷ്ടം തന്നെ. ചുമ്മാ നല്ല രാജയോഗം ഉണ്ടെന്ന് പറഞ്ഞത് നല്ല രീതിയിലുണ്ട്. സുഭദ്രേ ആ കുഴമ്പൊന്നിങ്ങനത്തെ എന്തൊരു ഇരിപ്പയച്ചായത്. അമ്മച്ചിയെ പള്ളി നടക്കിയിട്ട് വന്നപ്പോ തൊട്ട് ഇരിക്കുവാണ്, ഒന്നും കഴിച്ചിട്ടുമില്ല. എടാ സണ്ണി, നീ ഇങ്ങനെ തുടങ്ങിയാലോ? കണ്ണി കൊള്ളേണ്ടത് പിരിവത്ത് കൊണ്ടെന്ന് കരുതിയാൽ മതി. ഭൂമിയിൽ ജനിച്ച ആരാരും മരിക്കണം. നിന്റെ അമ്മച്ചി ഇന്നല്ലെങ്കിൽ നാളെ മരിക്കുമായിരുന്നു. നിന്റെ അമ്മച്ചിക്ക് അറ്റാക്ക് അല്ലായിരുന്നോ? കഞ്ഞി എടുത്തു വെച്ചിട്ടുണ്ട്. വെറുതെ കഞ്ഞി ചിന്തയാക്കണ്ട. അരിക്കൊക്കെ എന്നതാ വില. ഞാനങ്ങോട്ട് ചെല്ലട്ടെ. ആ എൽസ കൊച്ചു കഞ്ഞി കുടിച്ചില്ലെന്ന് കേട്ട് അവളെ നാശിച്ചിട്ട് വരാം. ജോസൂട്ടി സാധനം കിട്ടിയോണം. നീ എടാ നമ്മുടെ അമ്മച്ചി ഒരു പാവായിരുന്നു. എടാ നമ്മുടെ അമ്മച്ചി ഒരു പാവായിരുന്നു എടാ. ദേവേന്ദ്രനാണ് എന്നോട് എനിക്ക് ഇത്രയും ക്രൂരത കാണിച്ചത്. ഈ ചങ്കോട് ചേർത്ത് പിടിച്ച് വളർത്തിയ പെങ്ങളാദ്യം എന്നെ വിട്ടേച്ചു പോയി. പിന്നെ ചങ്കുറപ്പോട് ജീവിക്കാൻ പഠിപ്പിച്ചിട്ട് അപ്പച്ചനും പോയി. ഒരുപാട് സ്നേഹം വാരി കോരി തന്നിട്ട് അമ്മച്ചി. ഇനി നീ മാത്രം എന്തിനാണ് ജോസൂട്ടി എന്റെ കൂടെ? പൊയ്ക്കോ, എങ്ങോട്ടുണ്ടെന്ന് നീയും പൊയ്ക്കോ. ഇച്ചാൻ പറ, ഇച്ചാനെ ഇട്ടേച്ച് ഞാൻ എങ്ങോട്ട് പോകാൻ? ഇച്ചാന് വേണ്ടിയിട്ടാണ് ഞാൻ എങ്ങോട്ട് പോകും. ഇപ്പൊ ഇച്ചാൻ്റെ ഒന്നുമില്ലടാ, സ്വത്തോ പണോ ഒന്നും തന്നെ ഇല്ല. എടാ ഇന്നലെ വരെ അപ്പച്ചൻ എന്തുകൊണ്ട് അങ്ങനെ എഴുതി വെച്ചതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ ആശുപത്രി കിടക്കയിൽ വെച്ച് മരിക്കുന്നതിന് മുമ്പ് അമ്മയുടെ വായിരുന്നു ഞാൻ ആ സത്യം അറിഞ്ഞു. അതേടാ, നിന്റെ ഇച്ചായൻ ഇവിടുത്തെ അപ്പച്ചന്റെ അമ്മച്ചിയുടെ മകനല്ല. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അവരുടെ മുമ്പിൽ തെണ്ടി ഏതോ ഒരു തെരുവ് ചെക്കനോട് തോന്നിയ ദയ, സഹതാപം. വെള്ളം ഒഴിച്ചിട്ട് എന്തോന്ന് ഇച്ചായി പറയുന്നത്? ഞാൻ വന്നേ. വെള്ളം അടിച്ചിട്ട് പറയണല്ലടാ, സത്യ. ഈ ലോകത്ത് വേറെ ആർക്കും അറിയില്ലാത്ത പരമസത്യം. ആ കൊച്ചിനെ എടുത്ത് കുളിപ്പിച്ച് വെടുപ്പാക്കി പള്ളി കൊണ്ട് മാമദീസ മുക്കി ഇന്ന് ഈ നില വരെ എത്തിച്ചു. നിനക്കറിയാവടാ, ഇന്നലെ വരെ അപ്പനും അമ്മയും കൂടെ പുറപ്പായിരുന്നവരൊക്കെ ഇന്ന് ആരും അല്ലാന്ന് അറിയുമ്പോഴുണ്ടാവുന്ന ആ വിഷമം ഇല്ല. അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകത്തില്ല. ഞാൻ ഈ സ്വത്തിന്റെ ഭാഗം വെക്കലൊക്കെ കഴിയുമ്പോ ഈ നാട്ടുകാർക്ക് മനസ്സിലാവും ഈ തണ്ണിച്ചായൻ വലിയ വീട്ടിൽ ഔസേപ്പച്ചന്റെ മകനല്ലാന്ന്. അവരുടെ മുമ്പിലൊക്കെ ഞാൻ ഒരു കോമാളി വേഷം കെട്ടി ആടേണ്ടി വരും. ഇല്ലടാ, അങ്ങനെയൊന്നും സംഭവിക്കില്ല, സംഭവിക്കാൻ പാടില്ല. ആ എടാ, പിന്നെ നമ്മുടെ എൽസ കൊച്ചിന്റെ പള്ളിയിൽ നിന്ന് വന്നപ്പോ പോലെ അവിടെ കിടപ്പാ. ആ അവിടെ ഒന്നും കൂടെ വിളിച്ചേ. മോളെ, നീ അപ്പച്ചനും പോയി കഴിഞ്ഞപ്പോ അമ്മച്ചി മാത്രമായിരുന്നു ഇച്ചാന് കൂട്ട്. ഇപ്പൊ അമ്മച്ചിയും പോയി, ഇച്ചാൻ ഒറ്റയ്ക്കായി. ഇച്ചാൻ എന്നോട് ക്ഷമിക്കണം. നിങ്ങളെല്ലാരും വിട്ടേച്ചു പോയി, നിങ്ങളെല്ലാരും വിഷമിപ്പിച്ചത് എനിക്ക് മാപ്പ്. ഇനി കാണുന്ന സ്വത്തും പണമൊക്കെ നിനക്കല്ല മോളെ. നീ ഒരു കാര്യം ചെയ്യും, നീ വിഷ്ണുവിനെ കൂട്ടരെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വാ. ഇനി എല്ലാരും ഇവിടെ താമസിച്ചാ വേണ്ടി ചായ. എനിക്ക് ഈ സ്വത്തോ പണമോ ഒന്നും വേണ്ട. എനിക്ക് എന്റെ ഇച്ഛായനെ മാത്രം മതി. അതെ, നിനക്ക് ഈ സ്വത്തും പണമൊന്നും വേണ്ട. നിനക്ക് ഈ കാണുന്ന ഒന്നും വേണ്ട. എടി, ഇത്രയും നാളത്തേക്ക് നോക്കി നടത്തിയത് എനിക്കൂടി അവകാശപ്പെട്ട മോലാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാ
ഇതൊക്കെ വിട്ടെറിഞ്ഞൊരു തെരുവ് നായ പോലെ തെണ്ടിത്തിരിഞ്ഞെടുക്കാൻ എന്നെ കൊണ്ട് വയ്യണം. എന്റെ പൊന്നാര മോളി ഇതൊന്നും അനുഭവിക്കണ്ട. എടാ ജോസൂട്ടി, നമ്മളെ വർഗീസിനെ വിളിച്ച് തോട്ടത്തിൽ തെക്കേ മോളിൽ നിൽക്കുന്ന ആഞ്ഞാച്ചൂടിൽ കുഴിയെടുത്ത് വയ്ക്കാൻ പറയടാ. മോള് ഇച്ചാനോട് ക്ഷമിക്കുക. ഇച്ചാന് വേറെ മാർഗം ഇല്ലാത്തോണ്ടാ. ആ മോളി കഴിഞ്ഞു കൈ അച്ഛോ, ഇവനാ നമ്മുടെ എത്തപോലെ കൊന്നത്. സ്വത്ത് അവന്റെ കേട്ടി ജോസൂട്ടി ഈ കാണുന്ന സ്വത്തിനും പണത്തിനും വേണ്ടി നീ ഇവളെ കൊന്നു. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അകന്ന ബന്ധമാണേലും ഇനി ഇതെല്ലാം അനുഭവിക്കാനുള്ള യോഗം എനിക്ക് മാത്രം. കാലം നിനക്ക് ഏതെങ്കിലും ജയിലിൽ കടന്ന് തള്ളാം. അത് കഴിഞ്ഞ് ആഴ്ച ബാക്കിയുണ്ട് നീ വാ, അന്ന് കാണാം. ബന്ധങ്ങൾക്ക് മുകളിൽ പണത്തിന് വില കൽപ്പിക്കുന്ന ഇന്നത്തെ സാമൂഹിക മനസാക്ഷിക്ക് മുന്നിൽ ഒരു ചോദ്യചിഹ്നം.